ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, അതായത് കൺമണിയുടെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺമണി സ്കൂളിൽ പോകുന്നൊരു ദിവസമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ആൾക്ക്. എല്ലാ അരമണിക്കൂറിലും എഴുന്നേൽക്കുന്നു. ഇനി ബാഡ് ഡ്രീംസ് എന്താണെന്നറിയില്ല, കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എന്തായാലും 7 മണിക്ക് എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും എഴുന്നേറ്റ് ഉടനെ കുളിക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് കുളി കഴിഞ്ഞു. ഇനി നമുക്ക് വിളക്ക് വയ്ക്കാം, എന്നിട്ട് അടുക്കളയിലേക്ക് പോകാം. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഇന്ന് പിന്നെ എൻ്റെ നാത്തൂൻ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വ്ളോഗിലേക്ക് പോയാലോ. ഞാൻ രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം റെഡിയാക്കണേ. ഞാനുണ്ടല്ലോ 2 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതിലാണ് ഞാനിന്ന് ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്സ് ആയിട്ട് എന്തായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനും ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ കേട്ടോ. കൺമണിൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. കൺമണിക്ക് ഞാൻ ഇന്ന് ഇന്നത്തെ റെസിപ്പിയിൽ കാണിച്ചൊരു ഐറ്റമാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇട്ടത്. പിന്നെ ഇന്നത്തെ മെനുവിൽ അവർക്ക് ഉരുളക്കിഴങ്ങും ചീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇതുണ്ടാക്കിയതാണ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു അത് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതിൻ്റെ ടിക്കി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അശ്വിൻ പറഞ്ഞു അശ്വിൻ അത് തന്നെ കഴിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാക്കിയുള്ള ചപ്പാത്തിയിൽ അശ്വിൻ അതാക്കി കൊടുക്കാം. എന്നിട്ട് കൂടെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത്, ആ ചിക്കനും കൂടെ അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈ അല്ല, അതൊരു തവ ഫ്രൈ ആണ് കേട്ടോ. ഇനിയിപ്പോൾ കൺമണി കുളിക്കാൻ പോയി അശ്വിൻ്റെ കൂടെ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം യൂണിഫോം ഒന്ന് അയൺ ചെയ്യാനുണ്ട്. ഞാൻ തലേ ദിവസം അയൺ ചെയ്ത് വെക്കണമെന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ, പക്ഷേ നടക്കാറേ ഇല്ല. ഞാനിതിൽ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടി ഇട്ട് കൊടുക്കുമ്പം ചിലപ്പം ടേസ്റ്റ് കൂടുമായിരിക്കും. 9:30 കേട്ടോ സമയം. ഇപ്പോഴാണ് കണ്ണുൻ്റെ നഖം വെട്ടുന്നത്. എപ്പോഴും വൈകുന്നേരം വന്നിട്ട് വെട്ടണമെന്നുണ്ടാവും, പക്ഷെ ആ സമയമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കായി പോകട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ലേറ്റായി. ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുക, വിടുക. അവൾ അശ്വിൻ്റെ ഇന്ന് കുറച്ച് കഴിച്ചു. അപ്പോൾ അവൾ നോക്കൂ അത് വേണ്ട, രാവിലെ തന്നെ വേണ്ട, ഉച്ചക്കേക്ക് മതിയെന്ന് പറഞ്ഞു. കണ്ടു ആരും മാന്തിക്കൂടാ കേട്ടോ. സ്കൂളിൽ കുർത്തത് കഴിച്ചുകൂടാ. അവർ കംപ്ലൈൻറ്റ് പറയും ടീച്ചറിൻ്റെ അടുത്ത്. ടീച്ചറോട് പറയും, ടീച്ചർ കമ്മനെ തല്ലി. ഞാൻ പറഞ്ഞ ടീച്ചർ കേൾക്കില്ല. കൺമണിയെ നമുക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പണി തീർന്നു. പിന്നെ ഇനി ബാഗ് കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് പോവാം. അല്ലേ കണ്ണു? ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നാളെയും മറ്റന്നാളും ഹോളിഡേ ആണ്. കണ്ണു നാളെയും മറ്റന്നാളും ഹോളിഡേ ആണ്. അതാ ഞാൻ പറഞ്ഞു, നോട്ട് ഗുഡ്. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് ഞാൻ എവിടുന്നാ വാങ്ങിച്ചത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കണ്ണയുടെ ബാഗിലേക്ക് നമുക്ക് ടിഫിൻ ബോക്സും. ഇതിന് മുന്നേ വെള്ളം വേണോ? വേറെ വെള്ളം തരാം. ആ ബോട്ടിൽ എടുക്കാം, അതായത് അവിടെ എടുത്തോ. ഇതിൽ വെള്ളം കുറച്ചേ ഉള്ളൂ. ഈ ബോട്ടിൽ ഭയങ്കര ഹെവിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് വെള്ളം അവൾ കുടിക്കുന്നില്ല.
ഒരു ഹാഫ് ബോട്ടിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. ആ ബോട്ടിൽ എടുക്ക്, അതാ വെള്ളം കുടിച്ചോ. ഒരു നാപ്കിൻ വെച്ചിട്ടുണ്ട്. ആ വലുതാ വെച്ചിന്. ഒന്നെടുത്ത് മാറ്റാനല്ലോ, ഇന്നലത്തെ നാപ്കിൻ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണിയുടെ ബാഗ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഹെയർ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അപ്പം ഞാനും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഒരു ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു 10 മിനിറ്റിൻ്റെ ദൂരം. ഇപ്പം സമയം 9:40 ഇപ്പം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഞാൻ കാണിച്ചു കേട്ടോ കണ്ണൂരുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ. നമുക്കിനി സ്കൂളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കണ്ണൂരുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. നമ്മൾ 40, അതായത് നമ്മൾ 9:40 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പം സമയം 58. നമുക്ക് കൺമണിനെ അകത്തേക്ക് വിട്ടിട്ട് വരാം. ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലാവരും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇത്രയും സമയം കത്തി വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വണ്ടി വിട്ടു കേട്ടോ. സമയം 10:45 കേട്ടോ. നമ്മൾ കുറേ സമയത്ത് സംസാരിക്കും. ഇവരുടെയൊക്കെ മക്കൾ പക്ഷേ പ്ലേ ഗ്രൂപ്പാണേ. കൺമണി മാത്രമേ ഉള്ളൂ വലിയ മോള്. അപ്പോൾ കൺമണി ആദ്യം വലിയ കരച്ചിലായതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ ഫ്രണ്ടായതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവരൊക്കെ പോവാണ്. നമ്മൾ നേരെ തിരിച്ച് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ആ സ്ഥലം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ആ കാണുന്ന ബോർഡ് കണ്ടു, ലെഗസി ഫിറ്റ്നസ്. ഞാൻ ചെറിയൊരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഇവിടെ 11 മണി മുതലാണ് കേട്ടോ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബോയ്സ് ഹോസ്റ്റൽ റോഡാണ്, അമ്മാമ്മയുടെ വീട്ടിൻ്റെ റോഡാണ്. അതുവഴി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡാണ് കേട്ടോ, ഡെൻ്റൽ കോളേജ് റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിലാണ് ഈ ജിമ്മുള്ളത് കേട്ടോ. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അകത്തേക്ക് പോട്ടെ. ഹലോ ಹಲೋ ಎಲ್ಲಿ ರೀಚ್ ಆಯ್ತು ಗುಂಡ? ನೆಲಮಂಗಲ ಬಿಟ್ಟಿಲ್ಲ ಅಲ್ಲಮ್ಮ, ನೆಲಮಂಗಲ ಬಿಟ್ಟ್ಯಾ? ಮತ್ತೆ ಸಿರಾ ದಾಟಿದ್ಯಾ? ಸಿರಾ ಆಗ್ಲಿಲ್ಲ ಅಂದ್ರೆ ಟ್ರಾಫಿಕ್ ಜಾಸ್ತಿ ಇದೆನಾ? ನೀ ಸ್ವಲ್ಪ ಬೇಗ ಬಿಡ್ಬೇಕಿತ್ತಮ್ಮ ಬೆಳಿಗ್ಗೆ. ಇದು ಮೋಸ್ಟ್ಲಿ ನೀ ಬರೋದೊಂದು 3 ಗಂಟೆ ಆಗುತ್ತಲ್ಲ? ಆಗುತ್ತೆ. ಹುಷಾರಾಗಿ ಬಾ. ಬೋರ್ ಆಗ್ತಿದನಾ? ಅಲ್ಲ ನಾನು ಹೊರಗಡೆನೇ ಇದ್ದೀನಮ್ಮ. ನಾನು ಝೂಂಬಾಗ್ ಬರ್ತೀನಲ್ಲ ಈಗ. ಮುಗಿಸ್ಕೊಂಡು ಹೋಗ್ತೀನಿ ಮನೆಗೆ, ಕಣ್ಣು ಕರ್ಕೊಂಡೆ. ಅದೇ ಟೈಮಾ? ಸ್ಕೂಲ್ ಇದೆ ಅಮ್ಮ. ಸ್ಕೂಲಿಗೆ ಹೋಗಿ ಕರ್ಕೊಂಡು ಮನೆಗೆ ಹೋಗ್ತೀನಿ. ആയിട്ടമ്മ, ബൈ ബൈ. ഉഷാറാക്ക് ബാ. അപ്പോൾ എൻ്റെ നാത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ എത്താനായിട്ടില്ല, 3 മണിക്ക് എത്തുള്ളൂ. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ വർക്കൗട്ടിൻ്റെ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു റിസൾട്ടൊക്കെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നന്നായിട്ട് ട്രെയിൻ ആയതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു ഡിഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ധൈര്യമായിട്ട് കാണിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത്, ഈ കഴിഞ്ഞ മൺഡേ സ്റ്റാർട്ട് ചെയ്ത്. നാളെയും മറ്റന്നാളും ഇല്ല, ശനി ഞാനും ലീവാണേ. അപ്പം ഇനി നമുക്ക് പോയിട്ട് കണ്ണിനെ പിക്ക് ചെയ്യാം, എന്നിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ബാ 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 ബാ.
കൺമണി ഇവിടെ വന്നിട്ട് കളിക്കണം എന്ന് കരച്ചിലായിരുന്നു കേട്ടോ. ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു, ഇത് കളിക്കണം. ഞാൻ എപ്പോഴും അവളോട് പറയും ഫ്രൈഡേ കളിക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ അവൾ ഓർത്തിട്ട് പറഞ്ഞു ഇന്ന് എന്തായാലും കളിക്കണമെന്ന്. ടീച്ചറോട് ചോദിച്ചു ഒന്ന് കളിച്ചോട്ടെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർ എല്ലാവരെയും അയക്കേണ്ട ഒരു സമയമായതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് മമ്മ വന്നിട്ട് കളിച്ചു എന്ന്. അപ്പോൾ അവൾ അത്രയും സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കളിച്ചോട്ടെ എന്നിട്ട് പോവാന്ന്. കണ്ണു ചപ്പാത്തി തിന്നിനാ? You liked it? You liked it? You like the ചപ്പാത്തി? ഇഷ്ടായോ? അതിൽ പൊട്ടറ്റോ ഉണ്ടായിരുന്നല്ലേ? ഇത് ചീസ് ഉണ്ടായിരുന്നു. ഓക്കെ. കണ്ണു ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ആണോ? That's not a shop, മോനെ. That's a go down or warehouse. When we order in Blinkit, Uncle used to deliver, no? He used to deliver from there. He used to get items from there. Here to there. Yeah, to our house. He used to bring. There. And now, with whom you play today? Anaka. Anaka. You like Anaka? She's your friend? Wow. What about Arvi? You played with Arvi also, right? And Tanushri. Tanushri not here. Oh yeah, Tanushri went home. ഞാൻ ജസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നു, കുളിച്ചിട്ടില്ല. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു അവളുടെ യൂണിഫോമും അതുപോലെ തന്നെ ബാഗൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ബാഗ് വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വാഷ് ചെയ്യാം, കാരണം ഒരു മാസം കഴിഞ്ഞു അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട്. പിന്നെ സ്ലിപ്പറും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. എൻ്റെ ഹോം ടൂറൊക്കെ കണ്ടവർക്കറിയാം, ഇവിടെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഇവിടെ ഇരുന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നേരെ പോയി കുളിക്കാം. അശോ, ലുക്ക് അറ്റ് ദ പാക്കേജ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. എനിക്കുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലാവട്ടെ അതുപോലെ യൂട്യൂബിലാവട്ടെ കുറേ ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചേച്ചിയാണ് നമ്മുടെ സ്നേഹ ചേച്ചി. സ്നേഹ ചേച്ചി ചെന്നൈയിലാണ് കേട്ടോ, നാട്ടിലെ എറണാകുളത്താണ്. അപ്പം ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. അപ്പം ഇത് ഇന്നാണ് ഡെലിവർ ആയത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ മുന്നിൽ ഇത് ഓപ്പൺ ചെയ്യാനും. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചേച്ചി ചെന്നൈയിലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്, നുകമ്പാക്കം. നമുക്ക് നോക്കാം ഇന്നത്തെ എന്താണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ മുന്നേ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ ഈ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൈ മാറ്റുന്നേ. കണ്ണുനും അമ്മക്ക് രണ്ടുപേർക്കും. ആന്റിയോട് താങ്ക് യു പറയില്ല, എന്നാ പിന്നെ ആന്റി കണ്ണുമണിക്ക് തരില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചി എനിക്ക് ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നു, എന്ത് ഭംഗിയാണ്. വാവ് ചേച്ചി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചേച്ചി അനിയത്തിമാരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നോക്കട്ടെ മോനെ, ഇതെന്താ നോക്കട്ടെ. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊരു പേഴ്സ് ഉണ്ട് കേട്ടോ. യു വാണ്ട് ഇറ്റ്സ് ഫോർ യു. ഞാനൊന്നും അവൾക്ക് കൊടുത്തില്ല, നമുക്ക് സങ്കടം. ഇത് കണ്ണു, ഇതാ ക്രയോൺസ്. വാവ്, ആന്റി കണ്ണിന് തന്നത്. സ്നേഹ ആന്റിയോട് താങ്ക് യു പറ. താങ്ക് യു പറ സ്നേഹ ആന്റിയോട്. താങ്ക് യു പറ. ഒരു ഉമ്മ കൊടുത്തട്ടെ. ആന്റിക്ക് അങ്ങോട്ട് നോക്കി കൊടുക്കും. ഏത് ആന്റിയാ?
അല്ല, സ്നേഹ ആന്റി. ഐഷു ആന്റി വേറെ ആന്റി നമുക്ക് ക്രയോൺസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തു. ഓറഞ്ച്, ബ്ലാക്ക്, യെല്ലോ. അച്ഛടാ, ഇതൊരു കോംബോ. ഇതൊക്കെ കണ്ണൂരിലുള്ളതാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ കണ്ണൂരിലാണ്. ഇതെന്താ? ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആവുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. മാസ്ക്, ഫേസ് മാസ്ക്. ചേച്ചി കാര്യമായിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഫേസ് മാസ്ക്, പിന്നെ കുറേ ഹെയറിൽ കിട്ടാൻ പറ്റുന്ന ബാൻഡ്സ്. അത് കണ്ണൂന. വൈറ്റമിൻ സി ബ്രൈറ്റനിങ് ക്രീം, പിന്നെ ഒരു ഹാൻഡ് ക്രീം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുറെ ഗിഫ്റ്റ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയത്. ಅಶೋ ನೀ ನೋಡಿ ಕಲಿ ನೀನು ನನಗೆ ಇಷ್ಟು ಗಿಫ್ಟ್ ಕೊಟ್ಟಿದ್ಯಾ. ಇದು ബോഡി സ്ക്രബ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഇത്രയും കിട്ടിയത്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിനെ ഞാൻ ഇന്നോട് വിളിച്ചു. അപ്പം ഈ സംഭവം ഡെലിവറായ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അശ്വിനാണ് ഇത് വാങ്ങിച്ചത്. അങ്ങനെ ചേച്ചിയോട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ഞാനിത് ഇന്ന് എനിക്കിത് ചേച്ചി അയച്ചു ഞാൻ ചേച്ചിയും പറഞ്ഞിട്ടില്ലായിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ സാധാരണ പോലെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു എന്തായി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിങ്ങനെ കണ്ണിൻ്റെ പിക്ക് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. വീട്ടിലെത്തുമ്പോഴേക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വന്നിരിക്കുന്നു ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇത് എൻ്റെ ഒരു സന്തോഷമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്തത്. എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. കാണാനും നമ്മൾ രണ്ടാളും കണ്ടേക്കത്. ചേച്ചിക്ക് എന്നെക്കാളും ഭംഗിയുണ്ട്. ചേച്ചി നല്ല ബബ്ലി ആയിട്ട് നല്ല ചേച്ചിയാണ്. പക്ഷെ കുറച്ചൊക്കെ ഞാൻ പറയും എൻ്റെ സ്വന്തം ചേച്ചി പോലെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ചേച്ചിയുടെ അടുത്തുനിന്ന്. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഷോപ്പ് ചെയ്തു. ചേച്ചി ഭയങ്കര ബിസിയാണ് കേട്ടോ. ചേച്ചി ഒരു ബാങ്കറാണ്. അപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി, ഒരു കുഞ്ഞു മോളുണ്ട്. എന്നിട്ടും ചേച്ചി ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി തരാം. ഇത്രയും കാര്യങ്ങൾ ചേച്ചി ഓടി നടന്ന് എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്നുള്ളതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ബ്ലൂ കളർ, റെഡ് കളർ, ഓറഞ്ച് കളർ, ബ്ലാക്ക് കളർ, ഡാർക്ക് ബ്ലൂ കളർ, ബ്ലൂ കളർ, ഗ്രീൻ കളർ, dark blue color and pink color and orange color and black green. How is that? Super. This is my book. Okay. This is not mama book. I like this one. This is star. കണ്ണൂനെ ഞാൻ ഉറക്കിയിട്ടോ. സമയം 3:30 ആവാനായി. ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച്. ಏನ್ ತರಿಸ್ತೀಯಾ? Snake again. Yes. See, it looks like a snake. It looks double sister. Illi adu W allala. Gunda agi, mamma agi, ajji agi, nan agi, daddy. Okay. No, give pass to Ashu. Ashu pass madu. Ashu inda Gunda. Go to Gunda, pass. Jaldi. Pass ball. Pass dog. ഇതാണ് കേട്ടോ എൻ്റെ ഡിന്നർ. ഞാനിന്ന് റാഗിയുടെ ഒരു സ്മൂതി ഉണ്ടാക്കി. റാഗിയും ഡേറ്റ്സും കുറച്ച് ആൽമണ്ട്സും. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, പാലുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഗുഡ് ലൈഫ് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ഇഷ്ടം. പക്ഷെ ഗുഡ് ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ നന്ദിനി പാൽ ഒഴിച്ചു കുറച്ച്, പിന്നെ ബാക്കി വെള്ളവും. അപ്പോൾ ഒരു വല്ലാത്തൊരു രുചി, ഒരു പച്ചവെള്ളത്തിൻ്റെ രുചി. പക്ഷെ കുറച്ച് ഇങ്ങനെ പാലിൻ്റെതും കാണുന്നു. വേണ്ടായിരുന്നു, എന്തായാലും ഉണ്ടാക്കിയല്ലേ. ഇതിനകത്ത് പംകിൻ സീഡ്സും എല്ലാം ഇട്ടിട്ടുണ്ട്. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ഞാനിത് ഫിനിഷ് ചെയ്യണേ. അത് ആപ്പിൾ പോണില്ല, ആപ്പിൾ പോണില്ല. അത് അവർക്ക് വേണ്ടിക്കല്ലേ, അതുകൊണ്ട് പോവാത്തില്ല. ബസ് ഇങ്ങനെ വീഴുള്ളൂ നമ്മള്. ഒരു ദിവസം തലമുട്ടിനുണ്ട്. അപ്പൊ ഞാൻ തേനൊന്നും ആവില്ല.
സ്കൂൾ പോയി സ്കൂളിൽ വിശേഷം ഇങ്ങനെ കൈപ്പറ്റി നമ്മളിങ്ങനെ ഉള്ളിൽ പോയില്ലേ അത് ഇല്ല, നാളെ ചെയ്യുന്ന പറ. നാളെ ചെയ്യും നമ്മള് നോമ്പൊക്കെ ചെയ്യും നാളെ. നാളെ ഹോളിഡേ അല്ലേ? സാറ്റർഡേ. ഇവിടെ രണ്ടാള് കളിയാണ് കേട്ടോ. അപ്പം അനിയത്തിയെല്ലാം ഉറങ്ങി, കാരണം അവർക്ക് ക്ഷീണമായിരുന്നു രാവിലെ യാത്ര ചെയ്തിട്ട്. പിന്നെ അമ്മ സീരിയൽ കാണണേ. നമ്മൾ വെച്ച് നമ്മൾ ഉറങ്ങാം, കാരണം എനിക്കിപ്പം ആ ഒരു ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് വരുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. ഉച്ചയ്ക്ക് ഞാൻ ഒരുപാട് സമയം ഉറങ്ങില്ല, ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ രാത്രി എന്തോ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായില്ല, കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഇന്നലെ ഉച്ചയ്ക്ക് കുറച്ച് അധിക സമയം ഉറങ്ങിയതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കുകയുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു നമുക്കും കിടന്ന് ഉറങ്ങാമെന്ന്. അശ്വിനിപ്പോൾ ഫ്ലാറ്റ് ആവും 10:30 മാക്സിമം, വേഗം അശ്വിന് ഉറങ്ങും. പിന്നെ അതൊരു കുഞ്ഞു വീഡിയോ. കൺമണിയുടെ ഒരു സ്കൂളിലൊരു വർക്കിംഗ് ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സാധാരണ. കൺമണിയുടെ ഹോംവർക്ക് മാത്രം ഇന്ന് ചെയ്തില്ല, നാളെയും മറ്റന്നാളും ലീവ് ഉണ്ടായതുകൊണ്ട് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. 3 ബുക്ക് എന്തോ ഉണ്ട് അവർക്ക് ഹോംവർക്ക്, അപ്പോൾ നാളെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എല്ലാവരും ഉണ്ട്, അപ്പോൾ അവളും കളിയായിരുന്നു. അപ്പോൾ അത് മാത്രമേ നമ്മൾ മിസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളൊരു ദിവസം പോവാം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.